മഴപ്പാട്ടിൽ എന്തൊക്കെയാ കേട്ടത്? മഴ പെയ്യുമ്പോൾ വെള്ളം എങ്ങോട്ടൊക്കെയാ പോകുന്നത്? എങ്ങോട്ടേ പോകുന്നേ? മണ്ണിലേക്ക് പോകുന്നു അല്ലേ? പുഴകളിലേക്ക് എത്തുന്നു, പിന്നെയോ തോടുകളിലേക്ക് എത്തുന്നു, പിന്നെയോ കുളം, കിണർ, വിവിധ തരം ജലാശയങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചില്ലേ? ഏതൊക്കെ ജലാശയങ്ങളുണ്ട്? തോട്, പുഴ, കുളം, വേറെ 2 ജലാശയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്നറിയാവോ? ടീച്ചർ ചിത്രം കാണിച്ചു തരാം. ഇത് നോക്കിക്കേ. സുരംഗയും കേണിയും കണ്ടിട്ടുണ്ടോ? സുരംഗ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കേണി കണ്ടിട്ടുണ്ടോ? കേണി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? എന്താ കേണി? ഒരു കിണറാണ്. അപ്പൊ നിങ്ങള് കിണർ എന്നാണ് അതിന്റെ അർത്ഥം. കേണി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കിണർ എന്നാണ്. കുറേ വെള്ളമുള്ള സ്ഥലത്ത് മരത്തിന്റെ കുറ്റിയൊക്കെ താഴ്ത്തി നല്ല പരിപാവനമായി സംരക്ഷിക്കുന്ന ഒന്നാണ് കേണി. നിങ്ങൾക്ക് എല്ലാവർക്കും കേണി കാണണോ? കേണി കാണണോ? ടീച്ചർ കൊണ്ടുപോയാലോ? അടുത്തെത്തി. ഇഷ്ടായോ വന്ന യാത്രയൊക്കെ? ഇത് ഈ മരത്തിന്റെ വേരുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകി വരുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അവിടെ കയറി വെള്ളം അശുദ്ധമാക്കാതിരിക്കാൻ വേണ്ടി പനയുടെ ഒരു പാത്തി വെച്ച് ആ പാത്തിയിലൂടെയാണ് വെള്ളം വരുന്നത്. ഈ വെള്ളം എപ്പോഴൊക്കെയാ എടുക്കാന്നറിയാവോ? നമ്മളിപ്പോ ഇവിടുന്ന് വന്നപ്പോൾ കുറച്ച് വീടുകൾ കണ്ടില്ലേ? ആ വീട്ടിലുള്ള ആളുകൾ എല്ലാ ദിവസവും രാവിലെ ഇതിലേ വന്ന് ഭക്ഷണം പാകം ചെയ്യാനുള്ള ആദ്യത്തെ കലം വെള്ളം ഈ കേണിയിൽ നിന്നാണ് എടുത്തിട്ട് പോകുന്നത്. രാവിലെ എല്ലാരും ഓരോ പാത്രം വെള്ളം കേണിന്ന് കൊണ്ടുവരുന്നു. എന്തൊക്കെ ആഘോഷങ്ങൾക്കാ മുത്തശ്ശി? പുതിയ നെല്ല് കൊയ്യുമ്പോ പിന്നെ അതിന്റെ ചോറ് അത് കാരണവന്മാർക്ക് വെച്ചു കൊടുക്കും. ഉച്ചയ്ക്ക് പലഹാരം, രാത്രിക്ക് പച്ചരീന്റെ ചോറ് നെയ്യൊഴിച്ച് അങ്ങനെ ഉച്ചക്ക് രാത്രി ഞങ്ങള് അത് കഴിക്കും. അതിനൊക്കെ കേണിയിലെ വെള്ളമാണോ എടുക്കുക? എല്ലാത്തിനും കേണിയിലെ വെള്ളം കൊണ്ടുവരണം. മുത്തശ്ശി എന്താ പറഞ്ഞത്? ഈ കേണിയെ നമ്മളിങ്ങനെ വളരെ കാര്യമായിട്ട് പരിപാവനമായിട്ടാണ് സൂക്ഷിക്കുന്നതെന്ന്. എന്നാ മുത്തശ്ശിക്ക് ഒരു ചക്കര ഉമ്മ കൊടുത്ത എല്ലാരും. പോയി നിങ്ങളുടെ കൂട്ടുകാരോടും വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും ഒക്കെ ഇന്ന് കണ്ടതും ജലാശയങ്ങൾ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. റെഡിയല്ലേ? എന്നാ വണ്ടിയിലേക്ക് കയറാം പതിയെ കേട്ടോ.